കുടുംബശ്രീ പ്രവർത്തകരെ, ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം. ആദ്യം സ്വാഗത പ്രസംഗം. സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ പ്രമീളയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ കെട്ടിയോൻ രംഗൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത് തീർക്കണം, അല്ലെങ്കിൽ രംഗം വഷളാവും. കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇതിനകത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേരുടെ നോട്ടം. അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിലെ അയൽക്കാര് മാത്രമല്ല നാട്ടുകാർ മൊത്തം കൂടും, ആകെ നാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം. ആദ്യം വരവ്. ഞാനും അതാ നോക്കുന്നത്. എന്ത് അങ്ങേരുടെ വരവ്? നാലുകാലിലാണോ അവ വരവ്? ആ വരവല്ല, കുടുംബശ്രീയുടെ വരവ് ചെലവാ നോക്കുന്നത്. ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം. കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിണറ്റി ചാടിയതുകൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു. തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത്. മൊത്തം 6 പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു. എല്ലാരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൺവീനർ റിപ്പോർട്ട് വായിച്ചു. 5 ആഴ്ചയായിട്ടും കുടുംബശ്രീയിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടാനുള്ള ചർച്ച അവസാനം വഴക്കും വക്കാളുമായപ്പോൾ മേരിയുടെ ഭർത്താവ് ജോപ്പൻ തെറി വിളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ ആഴ്ച മേരി വന്നില്ല. 2 രൂപ ഫൈൻ അടയ്ക്കണം. അതെന്റെ അമ്മായിമ്മ കിണറ്റിൽ വീണത് കൊണ്ടല്ലേ. തള്ളയൊട്ട് ചത്തതുമില്ല, ഇനി 2 രൂപ ഫൈനും അടയ്ക്കണം. അത് വേണം. എന്റെ അമ്മായിമ്മ 3 പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ 2 രൂപ വെച്ച് ഫൈൻ അടച്ചു. പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും. എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാൻ മേലായിരുന്നോ? എത്ര കാശ ആശുപത്രി കൊടുക്കുന്നേ? ഇനിയിപ്പൊ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല. അതെന്താ? കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി. ഇനി വീണ് കിട്ടിയാ മതി. ദൈവമേ, രംഗൻ. കൊരങ്ങനല്ലേ രംഗൻ. ഈശ്വര, 4 കാലിലാണല്ലോ ഇങ്ങനെ. നമസ്കാരം. കുടുംബശ്രീ ആയിരിക്കും. ഏഷ്യനിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ. നടക്കട്ടെ, ഒരു നിമിഷം അവധി തരണേ. ഷോർട്ട് ബ്രേക്ക്. ശരളേ, ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു. എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം? പാസ്സായോ? ഇല്ല. പാസ്സായില്ലേ? ഇതുവരെയായിട്ടും എടുത്ത ലോൺ തിരിച്ചടച്ചാലല്ലേ വേറെ ലോൺ കിട്ടത്തുള്ളൂ. അളിക്കിയ കൈ വിട്ടല്ലേ നിന്നെ എനിക്ക് പിന്നെ തല്ലാൻ പറ്റൂ. ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനാ എന്റെ കുടുംബത്തിൽ കൊണ്ടുവന്നു? എന്തിനാണ് കൊണ്ടുവന്നേ? ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കുടുംബത്തിൽ അവരുടെ മുന്നിൽ വെച്ച് എന്നെ ലോണം കെടുത്തു അല്ലേ? ആരെങ്കിലും ഒന്ന് അങ്ങനെ പിടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ തല്ലി കൊല്ലും. ഇങ്ങനെ കൂടെ ജീവിക്കുന്നതിൽ ഭേദം ചാവുന്നതല്ലേ. ഭയങ്കര ഈ മാതിരി തല്ലെന്നെ തല്ലിട്ട് എന്നെ പിടിച്ചു മാറ്റാനോ? ഏതായാലും ആരും കണ്ടില്ല. എന്താ രംഗത്, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത് വലിയൊരു അക്രമം തന്നെയാ. തല്ലു കൊള്ളുകയും ചെയ്യണം, ഞാൻ കുറ്റു വെക്കണം. ചേച്ചി, എനിക്കിനി ഇയാളുടെ കൂടെ ജീവിക്കണ്ട. എനിക്ക് ഇവിടെ കൂടെ ജീവിക്കണ്ട. കാരണം എനിക്കും ജീവിക്കണം. എന്നാലേ നമുക്ക് പിരിയാം. അതാ നല്ലത്. ഇനി എന്നാ പിരിയാൻ? നീ എന്നെ എല്ലാം പിരിച്ചോടിച്ചില്ലേ? നമുക്ക് പിരിയാം ചേച്ചി. ഈ വൃത്തിയുടെ കൂടെ ജീവിക്കാൻ എനിക്കിനി വയ്യ. എന്ത് ചെയ്തെന്നാ രംഗ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? നിങ്ങൾക്കറിയോ, ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയിരിക്കാ ഇവള്. അപ്പുറത്തെ വീട്ടിലെ രാജൻ, സജീവൻ, സുഗുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി നടക്കുക. അറിയോ?
നേരാണോ പ്രമീള ഇതൊക്കെ? പിന്നെ ഞാൻ ചെയ്യുന്നതാണോ കുറ്റം? ഇയാൾ എന്റെ അനിയത്തിയായിട്ട് സിനിമയ്ക്ക് പോകുന്നു, പാർക്കിൽ പോകുന്നു. ശരിയാണോ രംഗ? ശരിയാണത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഇവിടെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവിടെ അനിയത്തി പാവം ഒരു കുട്ടിയുണ്ട്, പാവോട്ടോ, കുഞ്ഞായിട്ടോ. അവളെ കൊണ്ട് ഈ ഞാൻ മാത്രമേ ഉള്ളൂ. നന്ദി വേണോ എടേ, നന്ദി. എന്നെ വിശ്വാസം അല്ലെങ്കിൽ എന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്കിനി പിരിയാം. എന്നാലേ നമുക്ക് പിരിയാം, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ 3 കുട്ടികളില് 2 എണ്ണത്തിന് ഞാൻ കൊണ്ടുപോകും. ഞാൻ 2 കുട്ടികളെ ഞാൻ കൊണ്ടുപോയി. ആ പിന്നെ എനിക്ക് വേണം നമ്മുടെ 2 കുട്ടികളെ. 2 എണ്ണത്തിന് ഞാൻ കൊണ്ടുപോകും. മൂക്കളെ നീ എടുത്തിട്ട് നോക്കൂ. അതിന് നിങ്ങളും കൊണ്ടുപോയാൽ മതി. എനിക്ക് വേണം 2 എണ്ണത്തിന്. ഞാൻ കൊണ്ടുപോയി. നിർത്ത്. ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അതെ അതെ. ആകെയുള്ള 3 കുട്ടികളില് 2 എണ്ണത്തിന് 2 പേർക്ക് വേണമെന്ന് പറഞ്ഞാ അത് നടക്കാത്ത കാര്യോ? അതുകൊണ്ട് കുടുംബശ്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ചങ്ങ് ജീവിക്കും. അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും. അപ്പൊ 2 പേർക്കും 2 കുട്ടികളെ വീതം അങ്ങനെ എടുക്കാലോ. അത് കൊള്ളാം. ഞാൻ എപ്പോഴും റെഡി. പിന്നെ 5-8 കൊല്ലം ഇങ്ങേരുടെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ 1 കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ. നടന്നത് തന്നെ.